നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാർഷിക മേഖലയിൽ വളരെയധികം തൽപരനായ സകലകലാ വല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വായുസേനയിലെ മുൻ സൈനികനായിരുന്ന ജോർജ് പുല്ലാട്ടിനെയാണ്. വായുസേനയിൽ ഏകദേശം 15 വർഷത്തോളം സേവനമനുഷ്ഠിച്ച ശേഷം വളരെ വൈവിധ്യമാർന്ന പല രംഗങ്ങളിലും അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രീ ജോർജ് പുല്ലാട്ടിനെ പരിചയപ്പെടാം. നമസ്കാരം സർ, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, വളരെ സന്തോഷം. സ്വാതന്ത്ര്യദിനാശംസകൾ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആകാശവാണിക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഒരു നല്ലൊരു ദിവസത്തില് താങ്കളെ പോലെ സകല കലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മുൻ സൈനികനെ നമ്മുടെ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്താൻ സാധിക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് തലങ്ങളുള്ള ഒരു മേഖലയാണ് സേവനം. സാധാരണ സേവനം പോലെയല്ല രാജ്യരക്ഷ അല്ലെങ്കിൽ രാജ്യസേവനം ചെയ്യുക എന്നത്. വളരെയധികം അർപ്പണ മനോഭാവമുള്ള വ്യക്തികൾക്കാണ് അതിന് സാധിക്കുക. സേവന രംഗം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? 2ാം വർഷ പ്രീ ഡിഗ്രിയുടെ പരീക്ഷ എഴുതാൻ ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ റേഡിയോ ടെക്നീഷ്യനായി ജോലിയിൽ കയറുന്നത്. എയർഫോഴ്സ് എന്നുള്ള വാക്കിന് തന്നെ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. 15 കൊല്ലം ഇന്ത്യൻ എയർഫോഴ്സിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമായി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നു. കൂടാതെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരുപാട് യാത്രകളും വേണ്ടി വന്നു. അത് വെറുതെ ജോലിക്കാലമല്ല, അതൊരു സേവനകാലമാണ്. നമ്മുടെ 24 മണിക്കൂറും രാജ്യത്തിന് കൊടുക്കാമെന്ന കരാറിലാണ് നമ്മളവിടെ ജോലി. സാധാരണ ഓഫീസിലെ 8 മണിക്കൂർ ജോലി പോലെയല്ല. എപ്പോൾ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ രംഗത്തുണ്ട്. അങ്ങനെ ആ പരിശീലനവും ആ അനുഭവവും വലിയൊരു നേട്ടമായിരുന്നു. സൈനിക സേവനത്തിന് ശേഷം എങ്ങനെയാണ് കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? അത് പറയാം. അന്ന് ജോലിയിൽ കയറുന്ന എല്ലാവരും 20 വയസ്സിൽ താഴെയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ് സൈന്യത്തിൽ നമ്മളെല്ലാം ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടുന്നത്. ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് കൊണ്ടേ പോരൂ എന്നൊരു നിശ്ചയദാർഢ്യം എല്ലാ പട്ടാളക്കാരൻ്റെയും രക്തത്തിലുണ്ട്. അങ്ങനെ 15 കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്ന് 3 മക്കളുള്ളപ്പം കോളേജിൽ പോയി BEd ചെയ്തു. അധ്യാപകനായി 3.5 വർഷം. അത് കഴിഞ്ഞ് റിസർവ് ബാങ്ക് ജോലി കിട്ടി. പിന്നെ കസ്റ്റംസിൽ ജോലി കിട്ടി 22 വർഷം. അങ്ങനെ ഇതിനിടയ്ക്ക് കൃഷിയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ തനി കർഷക കുടുംബത്തിലാണ്. പാലായിലും റബ്ബർ തോട്ടവും പച്ചക്കറി കപ്പാടും നെൽപ്പാടും ഒക്കെ ആയിട്ട് കൃഷിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത്. പട്ടാളത്തിൽ പോയെന്ന് വെച്ചുകൊണ്ട് എൻ്റെ പാരമ്പര്യത്തിലും അറിവിലും രക്തത്തിലുള്ള ഇതിനൊന്നും മാറ്റം വരുന്നില്ലല്ലോ. ഡൽഹിയിൽ കസ്റ്റംസിലെ ജോലി കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി പോരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന പ്രധാന സാധനം പച്ചക്കറികളുടെയും പൂച്ചെടികളുടെയും വിത്തുകളും കൃഷിക്കുള്ള ആയുധങ്ങളുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഈ എറണാകുളത്ത് മരടിലുള്ള വീട്ടിൽ താമസമാക്കുമ്പോൾ ആദ്യകാലം മുതൽ ടെറസിൽ കൃഷിയുണ്ട്. പച്ചക്കറി കൃഷിയാണ് പ്രധാനം. പിന്നെ ആകെയുള്ള ഈ 9.5 സെന്റിൽ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. 2 കുളം, വലിയ മീനിനെ വളർത്തുന്ന ഒരു കുളം, ചെറിയ മീനുകൾക്കൊരു കുളം. 9.5 സെന്റിൽ 6 തെങ്ങുണ്ട്, 3 മാവ്, ഒരു സപ്പോട്ട. പിന്നെ ടെറസിലെല്ലാം പച്ചക്കറി. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കറി കിട്ടുന്ന തരത്തിലുള്ള പച്ചക്കറി കൃഷിയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് 1-2 മാസമൊക്കെ ഇവിടെ ഇല്ലാതെ വരുമ്പോൾ വെള്ളമൊഴിക്കുക, സൂക്ഷിക്കുക എന്ന് പറയാനുള്ളത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചും കൂടെ കൊണ്ട്. എങ്കിലും ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് എല്ലാത്തരം പച്ചക്കറികളും. പാഷൻ ഫ്രൂട്ട് ഒരു കാലത്ത് ഞങ്ങൾക്ക് പ്രധാന കൃഷിയായിരുന്നു. നിലത്ത് വളർത്തിയിട്ട് പാഷൻ ഫ്രൂട്ട് ടെറസിൽ പന്തലിലേക്ക് വിടും. ഒരു വർഷം ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് മാത്രം 30,000 രൂപയ്ക്ക് വിറ്റു. കടകളിലും വ്യക്തികൾക്കുമായി. ഇവിടെ വരുന്ന എല്ലാ അതിഥികൾക്കും കൊടുക്കും. ഞങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത്രയും വിറ്റു. വേറെ എടുത്തു പറയാൻ എനിക്കും സന്തോഷത്തോടുകൂടി പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മുറ്റത്ത് ഒരു തെങ്ങാണ്. വെറുതെ ഒരു തെങ്ങും തൈ ഞാൻ കൊണ്ടുവന്ന് ഈ മുറ്റത്ത് നട്ടതാണ്. ഇപ്പോൾ 16-17 വർഷമായി. കഴിഞ്ഞ 4-5 വർഷമായി ഈ തെങ്ങിൽ ഓരോ വർഷത്തെയും ഉണ്ടാകുന്ന തേങ്ങയുടെ എണ്ണം 400-500 എന്ന് പറയാം. കഴിഞ്ഞ വർഷം 506 തേങ്ങ. കേരള കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും നല്ലൊരു തെങ്ങിന് ഒരു വർഷം പരമാവധി കിട്ടാവുന്നത് 150 തേങ്ങയാണ്. അതിന്റെ 3 ഇരട്ടി തേങ്ങ ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ തെങ്ങയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന തെങ്ങ്, ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങ് എന്ന റെക്കോർഡ് എന്റെ മുറ്റത്ത് ഈ തെങ്ങിനുണ്ട്. ശരിയാണ്. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ ആകർഷണീയമായ തരത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആ തെങ്ങ് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് കേട്ടോ. കാരണം അതിന്റെ ഓരോ കുലയിലും തിങ്ങി നിറഞ്ഞു തന്നെയാണ് ഈ പറഞ്ഞ പോലെ അത്രയും നാളികേരങ്ങൾ അതിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ടെറസിലും മുറ്റത്തും ഒക്കെ ആയിട്ട് കഴിയുന്നത്ര സ്ഥലം ഉപയോഗയോഗ്യമാക്കിയാണ് കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത്. സൈനിക സേവനം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അറിവുകൾ ഒരു ജയ് ജവാൻ ജയ് കിസാൻ എന്ന തരത്തിൽ നമ്മുടെ ഈ കാർഷിക ജീവനത്തിൽ എങ്ങനെയാണത് പ്രയോജനപ്പെട്ടത്? അതുകൂടി ഒന്ന് പറയാമോ? രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് കർഷകനാണ്.
രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട മുഴുവൻ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കുന്ന കർഷകന് ആരും അറിയുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മളെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ അരിമണിയുടെയും പുറകിൽ ഏതൊക്കെയോ കർഷകന്റെ, നമ്മളറിയാത്ത കർഷകരുടെ അധ്വാനം ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ജയ് കിസാൻ. ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലെങ്കിൽ എല്ലാവരും അങ്ങനെ കഴിക്കും. പിന്നെ ഈ രാജ്യത്ത് സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിക്കാൻ രാജ്യത്തിന് കാവൽക്കാരില്ലെങ്കിൽ എന്തൊരു അരക്ഷിതാവസ്ഥയായിരിക്കും. അത് പട്ടാളക്കാരാണ്. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും നമ്മുടെ കാവൽക്കാരായി എപ്പോഴും സൈനികരുണ്ട്. ഏത് പാതിരായ്ക്ക് വിളിച്ചാലും സൈനികൻ നമ്മുടെ വാതിൽപ്പടിക്ക് എത്തുന്ന പോലുള്ള ഒരു സന്നദ്ധതയുള്ള ഒരു സൈന്യം ഇന്ത്യയിലുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല. പട്ടാളംകാരന് ഒറ്റ വികാരമായുള്ളൂ, നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷ ഭടന്മാരാണ് എന്ന വിചാരം മാത്രമേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരാൾക്കൂട്ടത്തിൽ പോലും ഒരു സൈനികനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സാധാരണ ആളുകളെ പോലെ വേഷമാണെങ്കിലും അയാളുടെ നോട്ടത്തിലും നിൽപ്പിലും നടപ്പിലും തലയെടുപ്പിലും ഒക്കെ ഒരു പട്ടാളക്കാരന് ഒരു ശൈലിയുണ്ട്. അത് പട്ടാളത്തിന്റെ പരിശീലനമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും സൈനികർക്ക് അച്ചടക്കത്തിന്റെ ഒരു ഡിസിപ്ലിൻ, സെൽഫ് ഫോർമേഷന്റെ ഒരു അനുഭവമാണ്. അതൊരു നേട്ടമാണ്. അത് നമുക്ക് എവിടെ പോയാലും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് കർഷകരാണ്. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആളുണ്ടാവണല്ലോ, അത് കർഷകരാണ്. ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാനും പറ്റില്ല. അത് നിലനിൽപ്പിന്റെ ഒരു കാര്യം. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ സൈന്യവും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സുരക്ഷാ വിഭാഗങ്ങളിലെ മുഴുവൻ പേരും. അങ്ങനെ വരുമ്പോൾ ജയ് കിസാൻ ജയ് ജവാൻ എത്ര സുന്ദരമായ ഒരു മുദ്രാവാക്യമാണ് ഇത്. നമ്മുടെ ജനങ്ങളുടെ എല്ലാം ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കർഷകരോടും സൈനികരോടും ഒരേപോലെ ഒരു ആദരം ഉണ്ടാകും. എപ്പോഴും എഴുന്നേറ്റ് നിന്ന് വണങ്ങണമെന്നോ സല്യൂട്ട് ചെയ്യണമെന്നല്ല, പക്ഷെ ഉള്ളിലെങ്കിലും ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരെയും, കർഷകരെയും സൈനികരെയും മാത്രമൊന്നുമല്ല, ആരെയും വില കുറച്ച് കാണരുത്. എല്ലാവരെയും നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് കർഷകരെ, സൈനികരെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഈ ദിവസമെങ്കിലും ഒരു തവണ ബോംബെയിൽ ഞങ്ങൾ എയർഫോഴ്സിൽ 4 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടിൽ വന്നിട്ട് പോയപ്പോൾ ഞാൻ 2 കപ്പത്തണ്ട് കൊണ്ടുപോയി, കുറച്ച് പച്ചക്കറി വിത്തുകളും കൊണ്ടുപോയി. ബോംബെ സാന്താക്രൂസ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന്റെ പുറത്ത് കാട് പിടിച്ച് കിടന്ന സ്ഥലം ഞാൻ വെട്ടിത്തെളിച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് പച്ചക്കറിയും കപ്പയും കൃഷി ചെയ്തു. അത് അവിടെ ഉള്ള മറ്റു പട്ടാളക്കാർക്ക് അതൊരു പുതിയ കാഴ്ചയും അനുഭവമായിരുന്നു. അങ്ങനെ കപ്പ ഉണ്ടായ സമയത്ത് നാട്ടുംപുറത്ത് പാലായിൽ പൂരണയിൽ ഞങ്ങളുടെ പറമ്പിലുണ്ടായതിനേക്കാൾ നല്ല സമൃദ്ധമായ കപ്പക്കിഴങ്ങ്, വളരെ വലിയ അഴകുള്ള നീളമുള്ള വണ്ണമുള്ള കിഴങ്ങ് കിട്ടിയപ്പോൾ ഒരു സന്തോഷത്തിന് ആ ഇടയ്ക്ക് അവധിക്ക് വന്നപ്പോൾ ഞാൻ ഒരു സൂട്ട് കേസിന്റെ നീളമുള്ള ഒരു വലിയ കിഴങ്ങ് പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകും. നാട്ടിൽ വന്നപ്പം അന്ന് നാട്ടിൽ ഇപ്പോഴത്തെ പോലെ ഒന്നും അന്ന് എല്ലാ സമയത്തും കപ്പയില്ല. വർഷത്തിലൊരിക്കലൊക്കെ പച്ചക്കപ്പ കിട്ടുള്ളൂ. ബോംബെ കൃഷി ചെയ്തിട്ട് ക്വാർട്ടേഴ്സിന്റെ പുറകിലുള്ള സ്ഥലത്ത് നല്ല ഒന്നാന്തരം മുളക്കൂറുള്ള മണ്ണ കൃഷി ചെയ്തിട്ട് കൊണ്ടുവന്ന ആ കപ്പ പപ്പായ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തി. ഏത് കഷ്ടപ്പാട് നേരിടാനും എത്ര നേരം ജോലി ചെയ്യാനും മടുപ്പില്ലാതെ ഏർപ്പെടാനും നമുക്കൊരു പരിശീലനമുണ്ട്. ഇപ്പൊ 27 വർഷമായി ഈ വീടിന് മുകളിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നു. അതിന്റെ സാമ്പത്തിക ലാഭം അല്ല പ്രധാന ആകർഷണം. പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു കാര്യം നമുക്ക് എത്ര ഉറപ്പില്ല, എത്ര നല്ലതാണ്, എങ്ങനെയൊക്കെ മരുന്നടിച്ചതാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന് ലാഭത്തെക്കാളുള്ളത് സംതൃപ്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കൃഷി, ചീരയായാലും കറിവേപ്പായാലും കുറച്ച് കാന്താരി മുളകായാലും നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ടെറസിൽ തന്നെ ഉണ്ടല്ലോ, ആ ഇച്ചിരി മുളക് എടുക്കാന്ന് പറയാൻ എന്തൊരു സുഖമാണ്. അതാണ്. അതുപോലെ നമ്മളിപ്പോ സൈനിക ജീവനത്തിന്റെ ഭാഗമായിട്ട് ഒരു രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളിലോ ഒക്കെ പോകുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വളരെയധികം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഴിക്കാൻ സമയമില്ലായ്ക, സാധനമില്ലായ്ക ഒക്കെ വരില്ലേ? അപ്പൊ അതും ഒക്കെ ഒരു കാരണമാണോ? നമ്മള് അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയൂ. ഏതൊരു പട്ടാളക്കാരന്റെയും പരിശീലനത്തിന്റെ ഒരു പ്രാരംഭഘട്ടം ഒരുതരം സ്ട്രിക്റ്റ് ഫോർമേഷനാണ്, ഡിസിപ്ലിൻ. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മലയാളത്തിലെ അച്ചടക്കം എന്നുള്ള വാക്ക് ശരിയാവില്ല. അച്ചടക്കം എന്ന് പറഞ്ഞാൽ പേടി കൊണ്ടുള്ള അടക്കമാണ്. ഡിസിപ്ലിൻ എന്നുള്ള വാക്കിന് അതല്ല. നമ്മൾ അടങ്ങുകയാണ് സ്വയം, പലതിനോടും പൊരുത്തപ്പെടുകയാണ്. അതായത് നമുക്ക് ഏത് സമയത്തും എന്തും വേണ്ടെന്ന് വെക്കാം. 2-3 ദിവസം പട്ടിണി കിടക്കണമെങ്കിൽ ചെയ്യാം, ഉറക്കമില്ലാതെ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ശാരീരിക പരിശീലനം, ഫിസിക്കൽ ഫിറ്റ്നസ് പട്ടാളത്തിന്റെ പരിശീലനത്തിലുണ്ട്. കൂടാതെ മാനസികമായൊരു ഫിറ്റ്നസ്, തയ്യാറെടുപ്പ്, പ്രിപ്പയർഡ്നെസ് അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ചലഞ്ചിങ് ടൈംസിൽ, പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് പട്ടാളക്കാരന് മാത്രമല്ല ഏതൊരാൾക്കും ഈ അവനവനിലുള്ള കഴിവുകളെ കൂടുതൽ അറിയുന്നത്, ഉപയോഗിക്കുന്നത്. അതായത് ഒരിക്കൽ പോലും ഒരു 10 കിലോയുടെ ചുമടെടുക്കാത്ത ഒരു സ്ത്രീ ചിലപ്പോ സ്കൂട്ടർ കൊണ്ട് ഓടിച്ചു പോകുമ്പോൾ സ്കൂട്ടർ മറിഞ്ഞാൽ കുഞ്ഞിന്റെ ദേഹത്ത് വീണ് കിടക്കുന്ന 100 കിലോ ഭാരമുള്ള സ്കൂട്ടർ പൊക്കിയെടുക്കും തന്നെ. അങ്ങനെ ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പട്ടാളക്കാരന് അത് കൂടുതൽ ഉപയോഗിക്കാൻ പരിശീലനം കിട്ടുന്നുണ്ട്. ഏർപ്പെടുന്നത് എന്തായാലും അത് ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ള ആണ് പട്ടാളക്കാരന് കിട്ടുന്ന ആദ്യത്തെ പരിശീലനം തന്നെ. അതായത് ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ
ഒരു തെരുവിലെ തൂപ്പുകാരനാണെങ്കിൽ അത് മൈക്കിളാഞ്ചലോ ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ പരിശീലനം. കൃഷിയുടെയൊക്കെ കാര്യത്തില് വീട്ടിലുള്ളവരുടെ ഒരു മനോഭാവം അതുകൂടി നമുക്കിതിലൊന്ന് ഉൾക്കൊള്ളിക്കാം അല്ലേ? എൻ്റെ ഭാര്യയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്, കർഷക കുടുംബത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് ഈ കാർഷിക കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. സ്കൂൾ ടീച്ചറാണ് ലാലി. ഒരു എതിർപ്പുമില്ലാതെ പൂർണ്ണ പിന്തുണയോടുകൂടി ലാലി കൂടെ ഉണ്ട്. 4 മക്കള്, 2 ആണും 2 പെണ്ണും. മൂത്തയാൾ ഇംഗ്ലണ്ടിലും, 2ാമത്തെ ആൾ സിംഗപ്പൂരും, 3ാമത്തെ ആൾ എറണാകുളത്തുമായിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആരായി ജോലി ചെയ്യുന്നു. ഇളയാള് ജ്യോതിക ഞങ്ങളുടെ കൂടെ ഉണ്ട്, പഠിക്കുന്നു. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണല്ലോ ഒരു സൈനികൻ എന്ന് പറയുമ്പോൾ തന്നെ. അതിലേറെ അനുഭവ സമ്പത്ത് സാറിന്റെ കാര്യത്തില് ഉണ്ട്. അപ്പൊ സാറിന്റെ ഒരു അനുഭവത്തില് യുവതലമുറയോട് സേവന സന്നദ്ധ തൽപരനാകണമെങ്കിൽ, ഒരു കർഷകനാകണമെങ്കിൽ യുവതലമുറ ഏത് രീതിയിലുള്ള മാറ്റമാണ് കൈവരിക്കേണ്ടത്? എന്ത് സന്ദേശമാണ് സാറിന് നമ്മുടെ യുവതലമുറയ്ക്ക് കൈമാറാനുള്ളത്? ആരോടും ഒരു ഉപദേശം എന്ന രീതിയിൽ ഒന്നും പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു പോളിസി. അനുഭവത്തിൽ നിന്ന് പലതും പറയാം, കേൾക്കുന്നവർക്ക് സ്വീകരിക്കാം എന്നേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ അറിയാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, ബോറടി എന്ന് പറയുന്നൊരു സംഭവം. എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. അതായത് ബോറടി എന്നൊരു പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏർപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വരയ്ക്കും, എഴുതും, മാജിക് ചെയ്യും, കൗൺസിലറാണ്. പിന്നെ ഞാൻ 1-ാം തരം ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴും. ഏർപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുള്ള ആർക്കും ഒരു സമയത്തും ബോറടി തോന്നില്ല. യുവാക്കളിൽ ഞാൻ കാണുന്ന ഒരു പ്രധാന കാര്യം അവർക്ക് ചെയ്യാനൊന്നുമില്ല എന്നുള്ളത്. എന്തുകൊണ്ടത്? അവർ സ്വയം അറിയുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ അവസരം കിട്ടിയാൽ ഉപയോഗിക്കാൻ പറ്റിയ ഒത്തിരി കഴിവുകളുണ്ട്. അത് ഉപയോഗിക്കാൻ അവസരങ്ങൾ കണ്ടെത്തണം. അതിന് വേറെ ആരും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. 2ാമത്തെ കാര്യം ഞാൻ അറിയാത്തത്, ജോലി എടുത്തിട്ട് മടുത്തു ക്ഷീണിച്ചു എന്നുള്ളൊരു അനുഭവം എനിക്കില്ല. എത്ര നേരം വേണമെങ്കിലും ജോലി ചെയ്യാൻ എനിക്ക് മടുപ്പില്ല. എന്ന് വെച്ച് ഒരിക്കലും വിശ്രമിക്കാറില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ അയ്യോ മടുത്തു, എൻ്റെ പൊന്നെ എന്തൊരു പണിയായിരുന്നു എന്നൊരു അനുഭവം എനിക്കില്ല. ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പ്രത്യേകമായി പറയട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൂടുതലൊന്ന് പരിശോധിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാടിന് മുഴുവന് വേണ്ടി ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിന് കഴിവുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. ആകാശവാണിക്കും എല്ലാവർക്കും നന്ദി. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ. ഏതൊരു ആപത്ഘട്ടങ്ങളിലും വളരെയധികം സംയമനത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ആ ഘട്ടത്തെ തരണം ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ധീര ജവാന്മാർ തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും ഭയപ്പാടില്ലാതെ കഴിയുന്നതും ഉറങ്ങുന്നതുമെല്ലാം നമ്മുടെ ധീര ജവാന്മാർ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ നാടിന്റെ രക്ഷയ്ക്കായി ഉറക്കമൊഴിച്ച് നമുക്ക് കാവലിരിക്കുന്നത് കൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ എല്ലാ ധീര ജവാന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ വീരമൃത്യു വരിച്ച എല്ലാ ധീര ജവാന്മാരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയും അവർക്ക് മുൻപിൽ പുഷ്പചക്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു.